ഈ പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും, കോടാനുകൂടി കാശുണ്ടാക്കും. എടാ ചെക്ക, പാർക്കിൽ ചെന്ന് എന്തെങ്കിലും കളി കളിച്ചോടാ. ഈ ലേസർ ബീം ക്രോസ് ചെയ്യുന്നത് കുട്ടിക്കളിയൊന്നും അല്ലടാ. സൂപ്പർ സ്പീഡോ, അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ റൂം ക്രോസ് ചെയ്ത് പെയിന്റിംഗ് എടുത്തോണ്ട് വരാം. ഡോണ്ട് വറി കിക്കോ, ഈ ലേസർ ബീമിന്റെ വെബ്സ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. അതായത് എന്റെ ലെഫ്റ്റ് ടയർ കൊണ്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓ നോ. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, കിക്കോ, ട്വിങ്കിൾ, ഡോഡോ, മേയർ സാർ, പിന്നെ ടിംപോ അണ്ണ, വെൽക്കം. അയ്യോ, എന്റെ പേര് ടിംബു അല്ല, ടെമ്പോ അണ്ണാന്നാ. ഡോക്ടർ ആവിഷ്കാർ സെൻ, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ, എന്താ പറയുന്നേ? ഞാൻ നിങ്ങളെ എല്ലാം വരാൻ പറഞ്ഞെന്നോ? ആവിഷ്കാർ ചെയ്യുന്നതിന്റെ ഈ സ്ഥിതി ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മറന്നുപോയി. നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ ആവിഷ്കാർ സെൻ. നിങ്ങളല്ലേ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ കണ്ടെത്തിന്ന് പറഞ്ഞല്ലോ? നിങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെന്തെങ്കിലും ഒന്ന് പറയ്, അല്ലെങ്കിൽ ഞങ്ങള് വേൾഡ് പെയിന്റിംഗ് ഓപ്ഷനിൽ ചെന്നെത്താൻ ലേറ്റ് ആയി പോകും. അവിടെ എന്റെ പെയിന്റിങ്ങിന് പോലും ഓപ്ഷൻ നടത്താനിരിക്കുകയാണ്. ചേടാ, ആ ഓർമ്മ വന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത് കാണിക്കാനാണ് വിളിച്ചത്. അതെ. അയ്യോ, ഈ റോപ്പ് കാണിക്കാനാണോ ഞങ്ങളോട് അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അല്ല ടെമ്പോ അണ്ണ, ഡോക്ടർ ആവിഷ്കാർ സെൻ റൂഫിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലേസർ ഗണ്ണാണ് കാണിച്ചത്. കാലക്കി കിക്കോ, നീ ശരിക്കും സ്മാർട്ടാണ്. മേയർ സർ, എന്റെ കൈവശം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പെയിന്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായത് ലീസ മോണ. അതിന്റെ വില 10 കോടി രൂപയാണ്. ആ ലീസ മോണയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ ഈ ലേസർ ഗൺ റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതൊക്കെ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ചേടാ, അതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നേ. ഈ ഗൺസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്. എല്ലാരും ഒന്ന് പുറത്തു നിൽക്ക്, ഞാൻ ഡെമോ കാണിക്കാം. ഞാനിപ്പോ ലീസ മോണ പെയിന്റിങ്ങിനെ ലേസറിന്റെ പ്രൊട്ടക്ഷൻ ലെയറിന്റെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഡെമോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഈ ലേസറിൽ അങ്ങനെ എന്ത് പ്രത്യേകതയാ ഉള്ളത്? ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ലേസറിന്റെ സെക്യൂരിറ്റി എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ, അതിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വേറെ ഒരു സെക്യൂരിറ്റിന്റെയും ആവശ്യം ഉണ്ടാവുകയില്ല. 3 ലേയേഴ്സും ഒന്നിനേക്കാൾ അടുത്തത് സ്ട്രോങ് ആണ്. ദേ ഇത് കണ്ടോ, ഫസ്റ്റ് ലെയർ. ഈ ലേസർ ബീം ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇത് അനങ്ങത്തില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാല്, ഈ ലേസർ ബീം ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവരുടെ അവസ്ഥ ഇതായിരിക്കും. ഈ ലേസർ വളരെ ഡേഞ്ചറസ് ആണ് തോന്നല്ലോ. ഇപ്പൊ രണ്ടാമത്തെ ലേസർ കണ്ട് സ്പെഷ്യാലിറ്റി കണ്ട് രസിക്ക്. ഇതിന്റെ ലേസർ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. വാവ്, ഈ ലേസർ ബീം പഴയ ലേസർ ബീമിനേക്കാളും സ്ട്രോങ് ആണ്. പക്ഷേ ഈ മൂന്നാമത്തെ ഗണ്ണിന്ന് ലേസർ ബീം എന്താ പുറത്തേക്ക് വരാത്തെ? അയ്യോ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ അത് ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ഷെടാ, അതെങ്ങനെ ഞാൻ മറക്കുന്നത്? എനിക്കങ്ങനെ മറക്കുന്ന രോഗമൊന്നുമില്ല. ഈ മൂന്നാമത്തെ ലേസർ ഗണ്ണുണ്ടല്ലോ, അത് മോഷൻ സെൻസർ ഉള്ള ലേസർ ഗണ്ണാണ്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കിട്ടിയാൽ പിന്നെ അത് ഉടനെ ആക്ടിവേറ്റ് ആയിക്കോളും. കണ്ടോ കിക്കോ, ഇപ്പൊ നീ എന്ത് പറയുന്നു? ഡോക്ടർ ആവിഷ്കാറിന്റെ ഈ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? സൂപ്പർ ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ. പക്ഷേ ഇതിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, ഉണ്ട്. ഈ 3 ലേസർ ഗണ്ണിന്റെയും ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പോണമെങ്കില് എങ്ങനെ അത് ക്രോസ് ചെയ്ത് പോകണമെന്ന് ഞാൻ ഓൾറെഡി ഒരു QR കോഡിൽ അതിന്റെ രഹസ്യം വച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ QR കോഡ് വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അല്ലേ? ചേട്ടാ, എന്റെ അമ്മോ, ഞാൻ ആ QR കോഡിനെ ഒരു സ്ഥലത്ത് പതുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ വിചാരിച്ചാൽ പോലും ചെല്ലാൻ പറ്റില്ല. ചേട്ടാ, എന്റെ അമ്മോ, അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ QR കോഡ് വളരെ സേഫ് ആയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് കലക്കി. എന്ന് വെച്ചാൽ നാളെ പെയിന്റിങ്ങിന്റെ ഓപ്ഷൻ സൺസിറ്റിയിൽ നടക്കുമല്ലോ അല്ലേ? ആ പെയിന്റിങ്ങിന്റെ ഓപ്ഷനിൽ ആ പെയിന്റിംഗ് വളരെ സേഫ് ആയിരിക്കുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അറിയോ, നാളെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ആ ലീസ മോണയുടെ പെയിന്റിംഗ് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മേയറെ,
നാളെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ഓർമ്മയുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഞാൻ ഈ പ്രശ്നം എവിടെ ചെന്നാ പറയേണ്ടത്? കിട്ടിപ്പോയി. ഇന്ന് എന്റെ പെയിന്റിംഗിന്റെ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഞാൻ തയ്യാറാക്കിയ ആ പെയിന്റിംഗ് എനിക്ക് തന്നേക്കൂ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത്. പെയിന്റിങ്ങോ? ഏത് പെയിന്റിംഗ് അത്? നിങ്ങൾ എനിക്ക് എപ്പോഴാ തന്നത്? മമ്മി, നല്ലോണം ഓർമ്മിച്ചിട്ട് പറയൂ. എന്റെ ആ ബുള്ളറ്റ് കാർഡ് പെയിന്റിംഗ്, ഞാനത് ഇന്നലെ നിങ്ങൾക്ക് കാണാനായിട്ട് കൊണ്ടുവന്നില്ലേ? മറന്നുപോയോ? ഓർമ്മിച്ചു നോക്ക്. അതെ അതെ, ഓർക്കുന്നുണ്ട്. അതിപ്പോ എന്റെ റൂമിൽ തന്നെയുണ്ട്. നിക്ക്, ഞാനിപ്പോ പോയി കൊണ്ടുവരാം. കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് മറന്നു പോകുന്നതിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മെമ്മറി ലോസ്. കണ്ടോ, ഇന്നെന്റെ അടിപൊളി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഓപ്ഷനിൽ പല ലക്ഷങ്ങൾ കിട്ടുന്നതായിരിക്കും. അയ്യോ, അത് തീർച്ചയായും കിട്ടും. പിന്നെ അത് ലക്ഷങ്ങളല്ല, അത് തക്കാളിയായി കിട്ടും. നിങ്ങൾ എന്താ ഈ വരച്ചു കുത്തി വെച്ചിരിക്കുന്നത്? ഈ പെയിന്റിംഗ് ഞാൻ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ കൂടി ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാലം മനുഷ്യരെ വലിച്ചു കൊണ്ടുപോയത് ഈ കാളകളല്ലേ? പക്ഷെ ഇനി കാളകളെ ഇരുത്തി മനുഷ്യർ വണ്ടി വലിച്ചു കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമല്ലേ? ശരിക്കും അത് അടിപൊളിയാണ് മേയർ അങ്കിൾ. മൃഗങ്ങൾ എപ്പോഴും മനുഷ്യരെ സ്നേഹിക്കേയുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യർ മൃഗങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. നോക്കിക്കോ, ഈ പെയിന്റിംഗ് ഇന്നത്തെ ഓപ്ഷനിൽ വലിയൊരു വിലയ്ക്ക് പോകും. അപ്പൊ കൂട്ടുകാരെ, ഞാൻ എന്റെ കൈ കൊണ്ട് വരച്ച ഈ പുത്തൻ പുതിയ പെയിന്റിംഗിന്റെ ഓപ്ഷൻ തുടങ്ങുകയായി. ആരാണോ കൂടുതൽ വില പറയുന്നത് അവർക്ക് ഈ പെയിന്റിംഗ് സ്വന്തമാക്കാവുന്നതാണ്. ഞാൻ ആദ്യം വില പറയാം. 3.5. 3.5 ലക്ഷം രൂപയോ? അല്ല, പിന്നെ 3500 രൂപയോ? അതുമല്ല, 350 രൂപ. മൊത്തത്തിൽ 350 രൂപ എന്റെ ഈ പിഗി ബാഗിനകത്ത് ഉണ്ട്. ഇങ്ങോട്ട് നോക്ക് ടോണി, കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി. ഈ അതിമനോഹരമായ പെയിന്റിംഗ് 350 രൂപയ്ക്കൊന്നും തരാൻ മനസ്സില്ല. മരമണ്ടനെ മത്തങ്ങത്തലയെന്ന് വിളിക്കും. ടോണി ബോസ് എല്ലാരെയും ഇൻസൾട്ട് ചെയ്യുകയാണ്. ടോണിയോട് കളിച്ച എന്ത് പറ്റുമെന്ന് അറിയാലോ. ഈ പെയിന്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഈ പെയിന്റിംഗ് വാങ്ങാൻ ഞാൻ നല്ലൊരു കാശ് കൊടുക്കാൻ തയ്യാറാണ്. കലക്കി സാർ, എന്തൊരു പഞ്ച പറഞ്ഞത്. നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ജൂനിയർ ജഡ്പട്ട്, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് മനസ്സിലാവുന്നത് പോലെ പറയൂ. നമ്മുടെ സാറേ 5000 രൂപ വില പറഞ്ഞിരിക്കുക. ശരി, ഓക്കെ, ഒരല്പം വില കൂടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? 6000 രൂപ. 8000 രൂപ. 10. എന്ത് 10,000മോ? കൊള്ളാം, അത് കലക്കി. നോ, ഐ മീൻ 10 lakhs. അതും ക്യാഷ് ആയിട്ട് തന്നേക്കാം. ഇന്ന് വാങ്ങിച്ചോളൂ എന്റെ പെയിന്റിംഗ്. ഈ നിമിഷം മുതൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാണ് ആൽസി ചീനോ ആൻഡ് ഐ ജസ്റ്റ് ലവ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. അത്ഭുതകരമായ പെയിന്റിംഗ്സ് എവിടെ ഉണ്ടെങ്കിലും ഞാനത് വാങ്ങും, പിന്നെ വിറ്റ് കാശാക്കും. ബൈ ദ വേ, ഞാനും ഒരു പെയിന്റർ തന്നെയാണ്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാർ. വെരി നൈസ് ടു മീറ്റ് യു. ബൈ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആൽസോ ചീനോ അങ്കിൾ, ആ പെയിന്റിംഗ് അത്ര വില കൊടുത്തെന്തിനാ വാങ്ങിച്ചോണ്ട് പോയത്? ക്രിയേറ്റിവിറ്റിക്ക് ആർക്കും വില പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഈജിപ്തിലുള്ള രാജാവിന് വേണ്ടി ഒരു ചിത്രം വരച്ചു. അത് അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ ഇഷ്ടമായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഒരു പിരമിഡ് എനിക്ക് സ്വന്തമായിട്ട് തന്നേ. ആണോ? എന്നാ നിങ്ങൾ ആ പിരമിഡ് കയ്യോലെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്? അതെങ്ങനെയാ കൊണ്ടുവരുന്നത്? അതിന് ഭയങ്കര ഭാരമല്ലേ കുട്ടി. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഇനി അഥവാ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ എന്റെ തലയിൽ പഴം വന്ന് വീഴട്ടെ. അയ്യോ, നമ്മുടെ മേയറുണ്ടല്ലോ, കൊച്ചു പ്രായത്തില് ഒരുപാട് ബനാന കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ ടാങ്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നത് കണ്ടോ. പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുന്നേ. ചേട്ടാ, എന്റെ അമ്മോ, മേയർ നിങ്ങളുടെ ആ പണ്ടാര പെയിന്റിംഗ് കൊണ്ട്
അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അത് എവിടെയാ ഉള്ളത്? ഈഷ്, അത് ഞാൻ വിറ്റ് കാശാക്കി. നീ അതോർത്ത് വിഷമിക്കണ്ടതേ. ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു ചിത്രം വരച്ചു തരാം. നീ ചേട്ടാ, അതല്ല കാര്യം. എനിക്ക് ആ പെയിന്റിംഗ് തന്നെയാ വേണ്ടത്. കാരണം ഞാനേ ആ ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെടാൻ QR കോഡ് റെഡിയാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ആ പെയിന്റിങ്ങിലാണ് മറച്ചു വെച്ചിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആൽസോച്ചീനോ അങ്കിൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയത്. ശരി, വരൂ, നമുക്ക് വീട്ടിൽ ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് പെയിന്റിംഗ് തിരിച്ചു വാങ്ങിക്കാം. സോറി മിസ്റ്റർ മേയർ, പക്ഷേ എനിക്ക് ആ പെയിന്റിംഗ് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. അതെന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓപ്പോസിറ്റ് ആണ്. ഒരിക്കൽ ഞാൻ ഒന്ന് വാങ്ങിച്ചാൽ പിന്നെ ഞാൻ അത് ഒരിക്കലും തിരിച്ചു നൽകില്ല. ശരി ആൽസോച്ചീനോ, നിങ്ങൾ ആ പെയിന്റിംഗ് തിരിച്ചു തരണ്ട. ഒരു മിനിറ്റ് നിങ്ങൾ അതൊന്ന് കാണിച്ചാൽ മാത്രം മതി. ശരി, ഓക്കെ. ഞാൻ ആ പെയിന്റിംഗ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണാൻ തരാം. പക്ഷെ ഞാനത് തീർച്ചയായും തിരിച്ചു തരില്ല. കാരണം ആ പെയിന്റിംഗിലുള്ള ഫ്രണ്ട്ഷിപ്പ്, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ചേട്ടാ, ആ QR കോഡ് എവിടെ പോയി? ഏത് QR കോഡ്? ഏയ് അല്ലല്ല, അത് പിന്നെ ഞങ്ങൾ വെറുതെ. ഡോക്ടർ ആവിഷ്കാർ സെൻ, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുന്നോ? ചേട്ടാ, എന്റെ അമ്മോ, ഇത്രയും സമയത്തിനകം ഞാൻ 10 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിലാ QR കോഡ് ഇല്ല. അതാ പെയിന്റിംഗിൽ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ പോയത്? നോക്കൂ, നിങ്ങളുടെ അന്വേഷണ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ഇവിടുന്ന് പോയിക്കോളൂ. എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, നല്ലോണം ഒരു പ്രാവശ്യം ആലോചിച്ച് പറയൂ. നിങ്ങൾ ആ QR കോഡ് വേറെ ഏതെങ്കിലും പെയിന്റിംഗിൽ മറച്ചു വെച്ച് കാണണം. ചേട്ടാ, എന്റെ അമ്മോ, എനിക്ക് മറക്കുന്ന രോഗമുണ്ടെന്ന് എല്ലാവരും കരുതിയിരിക്കല്ലേ. എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആ QR കോഡ് നിന്റെ ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അതിലാണ് മറച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ആ പെയിന്റിംഗ് ചെക്ക് ചെയ്ത് കണ്ടില്ലേ, എന്റെ കയ്യിൽ അതിന്റെ കറ ഒട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ സെൻ പറയുന്നതെല്ലാം ശരിയാണെന്നാ. ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കില് വൈ? കാരണം മേരങ്കിൾ തയ്യാറാക്കിയ പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സെൻ ആൽസോച്ചീനോയുടെ വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്ത പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആവിഷ്കാർ സെന്നിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അയ്യോ, അതുകൊണ്ടാണല്ലേ ഡോക്ടർ ആവിഷ്കാറിന് അതിൽ നിന്നും QR കോഡ് കിട്ടാത്തത്? കീക്കോ, ഒരു പക്ഷെ ആ QR കോഡ് ആൽസിസീനുവിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ പഴയ പെയിന്റിംഗ്സിന്റെയും സെക്യൂരിറ്റി അതിപ്പോ അപകടത്തിലാണ്. ഡോണ്ട് വറി അങ്കിൾ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ സൺസിറ്റിയിലുള്ള സെക്യൂരിറ്റിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ട്വിങ്കിൾ, ഡോഡോ, എന്റെ ഒപ്പം വരൂ. കീക്കോയെയും അവന്റെ കൂട്ടുകാരെയും ഞാൻ നല്ലോണം പറ്റിച്ചു പറഞ്ഞയച്ചു. QR കോഡുള്ള പെയിന്റിങ്ങിന് പകരം അവർക്ക് ഞാൻ വരച്ച പെയിന്റിംഗ്, സെയിം ടു സെയിം പെയിന്റിംഗ് കാണിച്ചു പറ്റിച്ചു. ഇപ്പൊ ആ ലേസർ സെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പെയിന്റിംഗ് എനിക്ക് ആവശ്യമില്ല. ഹലോ, 10 കോടി രൂപ തയ്യാറാക്കി വെക്കേ. നാളെ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിന്റിംഗ് നിന്റെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ ഒരു കാര്യം, ഐ ലൈക്ക് ക്യാഷ്. കീക്കു, നമ്മള് ഗാർഡനിൽ വന്നിട്ട് എന്താ കളിക്കാതിരിക്കുന്നെ? ഡോഡോ, നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അതിനിപ്പോ 2 വാക്കിൽ പറയണമെങ്കില് വാച്ച് കീപ്പിംഗ്. കറക്റ്റ് ട്വിങ്കിൾ, നമ്മൾ ഇവിടെ നിന്നോണ്ട് ആൽസോച്ചിനോയുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ പോവാ. ഒരുപക്ഷെ അവനെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഷെടാ, എന്റെ ദൈവമേ, ആൽസുചീനോയെ നമ്മൾ ഇവിടെ ഇരുന്ന് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അയാള് തന്റെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് പെയിന്റിംഗ് വരച്ചോണ്ടിരിക്കുക. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും, കോടിക്കണക്കിന് കാശുണ്ടാക്കും. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. പക്ഷേ ആൽസുചിനോ ഇപ്പോഴും ബാൽക്കണിയിലിരുന്ന് പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെയാ സംഭവിക്കുക?
ആ സിഗ്നൽ ആ ബിൽഡിംഗിന്റെ ഭാഗത്തുനിന്നാ വരുന്നത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ്സ് വെച്ചിട്ടുള്ളത്. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ആൽ സജീനോയെ ശ്രദ്ധിച്ചോ. അതിനകം ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങള് കൂടെ ഉള്ളപ്പോൾ നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡോണ്ട് വറി. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. സൺസിറ്റിയിൽ ഒരു വലിയ കൊള്ള സംഭവം നടന്നിരിക്കുക. കൊള്ളയടിക്കുന്നത് വളരെ തെറ്റാണ് കീക്കോ. നമ്മൾ ഇവിടെ ഉള്ളത് വരെ റോങ്ങിന് റൈറ്റിന് തോൽപ്പിക്കാനാവില്ല. ലെറ്റ്സ് ഗോ. ഈ പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. കോടാനുകൂടി കാശുണ്ടാക്കും. എടാ ചെക്ക, പാർക്കിൽ ചെന്ന് എന്തെങ്കിലും കളി കളിച്ചോടാ. ഈ ലേസർ ബീം ക്രോസ് ചെയ്യുന്നത് കുട്ടിക്കളിയൊന്നും അല്ലടാ. സൂപ്പർ സ്പീഡോ, അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് റൂം ക്രോസ് ചെയ്ത് പെയിന്റിംഗ് എടുത്തോണ്ട് വരാം. ഡോണ്ട് വറി കീക്കോ. ഈ ലേസർ ബീമിന്റെ വെബ്സ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. അതായത് എന്റെ ലെഫ്റ്റ് ടയർ കൊണ്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓ നോ കിക്കോ, ഞാൻ വിചാരിച്ചതിനേക്കാളും ആ ലേസർ ബീംസ് വളരെ വളരെ സ്ട്രോങ് ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റവും കട്ടായി പോയിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമാവും. എന്നാ ശരി സൂപ്പർ സ്പീഡോ, നീ വേഗം ഓട്ടോ റിപ്പയർ ചെയ്തോ. അപ്പോഴേക്കും ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് വരാം. കീക്കോ, ഇനിയിപ്പോ എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നത്? ഈ വെബ് കടക്കാൻ നിനക്കൊരു മാപ്പ് വേണ്ടേ? അത് അവന്റെ കയ്യിലല്ലേ ഉള്ളത്? അതിനും ഒരു വഴിയുണ്ട്. ഞാൻ അവന്റെ കാൽച്ചുവടുകൾ ഫോളോ ചെയ്ത് പോവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുൻപോട്ട് വാ. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തല്ലും കൂട്ടി നീ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഞാൻ ഈ ലീസാമോണ പെയിന്റിംഗ് കൊള്ളയടിക്കാൻ പോവാ. കോടിക്കണക്കിന് കാശുണ്ടാക്കും. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. പല കോടികൾ കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 577. ഷെടാ എന്റെ ദൈവമേ, അത് കൊള്ളാലോ. അയാൾ ഇവിടെ ഇരുന്ന് പെയിന്റിംഗ് ചെയ്യാണല്ലോ. എന്റെ അനുവാദമില്ലാതെ എങ്ങനെ അകത്ത് കടന്നു? സോറി ആൽസോച്ചിനോ, ഞങ്ങൾ കുറെ നേരായിട്ട് വാതിലിൽ മുട്ടുകയായിരുന്നു. ഓ, ഞാൻ മ്യൂസിക് കേൾക്കായിരുന്നു. പറയൂ, പെട്ടെന്ന് എന്തിനാ എങ്ങോട്ട് വന്നത്? നിങ്ങൾ അല്പസമയം മുമ്പ് എവിടെയായിരുന്നു? ഞാൻ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെയായിരുന്നു. പെയിന്റിംഗ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട് ഈ പെയിന്റിംഗ്? അല്ല, നീ പറയുന്നത് കള്ളമാ. ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ് അടിച്ചു മാറ്റിയതിനു ശേഷം നീ ഇപ്പോഴാണ് വന്നത്. എന്ത് കീക്കോ, ഇപ്പൊ നീ പറയുന്നതാണ് കള്ളം. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. കീക്കോ, അതെങ്ങനെ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് ആൽസുചീനോ ആണെന്ന്. കാരണം ആരാണോ മാസ്ക് ഇട്ടോണ്ട് വന്ന പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് അവനും ഇതേപോലെ വൈറ്റ് ഷൂസ് ആണ് ഇട്ടിരുന്നത്. അതേ ഷൂ ആണ് ആൽസുചീനോയും ഇട്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ അത് മാറ്റാൻ മറന്നുപോയിട്ടുണ്ടാവും. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് വൈറ്റ് ഷൂസ് ഒരു ഫാഷനാണ്. എല്ലാരും ഇതുപോലെ ഇട്ടിട്ടുണ്ട്.
അതെ, പക്ഷെ നീ ഒരല്പം ഞെട്ടിപ്പോയില്ലേ? നിന്റെ ഹാർട്ട് ബീറ്റ്സും വളരെ ഫാസ്റ്റ് ആണല്ലോ. ഇത് വെച്ച് എനിക്ക് നീ വളരെ ദൂരം ഓടി വന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇത് കണ്ടോ? നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി ഹൈ. ഇത്തരം ഹൈ ഹാർട്ട് ബീറ്റ്സ് എപ്പോഴാ ഉണ്ടാവുന്നറിയോ? ഓടി വന്നാലേ ഉണ്ടാവൂ. പക്ഷേ കീക്കോ, ഞങ്ങൾ ഇയാളെ 1 മിനിറ്റ് പോലും വിടാതെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ബാൽക്കണിയിൽ ഒരാളിരുന്ന് പെയിന്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? അത് ആൽച്ചോ ചീനോ അല്ല, ഈ മാനിക്കിനാണ്. ദേ ഇത് കണ്ടോ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. ആരാണ് ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത്? അവൻ വളരെ ഫിറ്റ് ആയിരുന്നു, സ്ലിം ആൻഡ് ട്രിം ടൈപ്പ്. പക്ഷെ ഇവൻ ആള് തടിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടും സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 10 അപ്ലൈ ചെയ്യ്. കലക്കി കീക്കോ. ഐ ലൈക്ക് ദിസ് ഫോർമുല. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റി പല കോടികൾ ഉണ്ടാക്കും. കിക്കോ, നീ വളരെ സ്മാർട്ടാണെന്ന് സമ്മതിച്ചു. നീ എന്നെ കണ്ടുപിടിച്ചു, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ആൽസോ ചീനോ, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവായി ആ പെയിന്റിംഗ് എന്നെ ഏൽപ്പിച്ചേക്ക്. പക്ഷേ കീക്കോ, നീ എന്നെ എക്സ്പോസ് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ നിനക്കൊരു അതിഭയങ്കര തിരിച്ചടി തരാൻ പോവാ. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടി കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, വേഗാവട്ടെ. ആൽസോ ചീനോയെ നമുക്ക് ഫോളോ ചെയ്യണം. Ska Kiko, Esco, Deco, Rico, Rico, Rada, Naco, Luna, Isco, Epic, Lata, yes, Rico. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടികൾ കാശുണ്ടാക്കും. ഒരുപക്ഷെ ഈ പെയിന്റിംഗ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരും ഇത് സ്വന്തമാക്കുന്നത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 49. നിനക്ക് വേഷന്മാരെ ആര് വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡിറ്റക്റ്റീവ് ചാറ്റ്പാൻ. എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറയുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കേ ബഡി. വേഗം അവനെ പിടിക്ക. കീക്കോ, എന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാനിപ്പോൾ താഴെ ചെന്ന് വീണു കഴിഞ്ഞാൽ ചിന്നാഭിന്നമായി ചിതറിപ്പോകുമെന്നാണ് തോന്നുന്നത്. വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ, എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ശരി, ഓക്കെ. അവർ രണ്ടുപേരുടെ കഥയും അവസാനിച്ചു. ഇനി കേവ് മെയിൻ്റെനൻസിന് കൊടുത്ത കാശ് ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കും. ഇവിടെയുള്ള ഈ കാഴ്ചകൾ കാണാൻ വളരെ രസകരമായിരിക്കും. നമ്മൾ എല്ലാവരും ഇവിടെ വിയറ്റ്നാമിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു കേവിനകത്ത് കയറി നോക്കാൻ പോവുകയാണ്. ശരിക്കും ആ കേവ് വളരെ വളരെ വലുതാണോ? അതെ ഡോഡോ, ഇപ്പോഴാണ് റീസെന്റ് ആയിട്ട് ഈ കേവിനെ എക്സ്പ്ലോർ ചെയ്തത്. ഈ കേവ് അത്രയ്ക്ക് വലുതാണ്. ഈ കേവിനകത്ത് ഒരു പ്രത്യേകതരം വെതറുണ്ട്. അയ്യോ, പ്രത്യേകതരം വെതറോ? യു മീൻ പേഴ്സണൽ വെതർ? അതേ ടെമ്പോണ്ണ, അത് മാത്രമല്ല, ആ കേവിനകത്ത് ഹിൽസ്, കാട്, ബീച്ച്, ലേക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കീക്കോ ഇപ്പൊ കേവിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കറക്റ്റ്. അപ്പൊ കീക്കോ
ആ ഗുഹയ്ക്കകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കോ? ഡോണ്ട് വെറി, ആ ഗുഹയ്ക്കകത്ത് ആനിമൽസ് ഒന്നുമില്ല. മിന്നൽ വേഗത്തിൽ പറന്നു വന്ന ഒരു പാമ്പിനെ പിടിക്കാൻ സൈക്കിളിൽ ചെന്ന് അവസാനം ബുൾഡോസറിൽ ചെന്ന് ഇടിച്ചതാണ് സംഭവം. സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അത് എങ്ങനെ ഇത്ര ഉറപ്പായിട്ട് പറയുന്നേ? ആ ഗുഹയ്ക്കകത്ത് ഒരു മൃഗമില്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ? കാരണം ആ കേവ് ഇയാളാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇയാൾക്ക് ആ കേവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം അറിയാം. ഹലോ എവ്രിവൺ, ഞാനാണ് എഡ്വേർഡ്. ഞാനാണ് ഈ കേവിന്റെ മെയിന്റനൻസ് ഓഫീസർ. ഇയാളാണ് സാങ്കോ. ഇതിനു മുൻപും ഇയാൾ ഒരുപാട് കേവ്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഈ കേവും ഒന്നാണ്. അതുകൊണ്ടാണ് ഇയാളെ കേവ് ഹണ്ടർ എന്നും പറയാറുള്ളത്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സത്യമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടു. ഈ കേവിന്റെ മെയിന്റനൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരുപാട് പണം തന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടതെല്ലാം സത്യമാണ്. ആ ക്യാഷ് ഓൾറെഡി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ആ കാശ് ഉപയോഗിച്ച് ഈ കേവ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ കേവ് കാണാൻ തീർച്ചയായിട്ടും എത്തും. ടൂറിസം വളരും. ரொம்ப நல்லா இருக்கு. ഇത് ശരിക്കും ഹിറ്റ് പ്രോഗ്രാം തന്നെയാ. ശരി, ഓക്കെ, ഇനി എന്തിനാ സമയം കളയുന്നത്? കേവിനകത്ത് എന്ന് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയേക്കാം. കേവിനകത്തേക്ക് നമുക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ അതിനകത്തേക്ക് പോകാൻ നിങ്ങൾക്കൊരു കേവ് ഗൈഡിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ കേവ് പസിൽ പോലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് ഒരുപാട് വഴികളുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് വേണം ട്രാവൽ ചെയ്യാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പിരിഞ്ഞു പോകരുത്. ഡോണ്ട് വറി എഡ്വേർഡ് അങ്കിൾ, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഗൈഡ് അങ്കിൾ എവിടെയാ ഉള്ളത്? അയാൾ ഈ സമയത്തേക്ക് എത്തേണ്ടതാണ്. പക്ഷെ അയാൾ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല. അയാളാണ് ഡേവിഡ്, നിങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡാ. ഇത് കേവിന്റെ മാപ്പാണ്. ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അകത്തേക്ക് പോവാം. അതുപോലെ തിരിച്ചും വന്നേക്കാം. അകത്ത് പോയാൽ പുറത്ത് വന്നല്ലേ പറ്റൂ. വേറെ എങ്ങോട്ടാണ് പോകാൻ പറ്റുക? ഇതും കൂടി വെച്ചോളൂ. കേവിനകത്ത് ഒരു മൊബൈൽ നെറ്റ്വർക്കും ഉണ്ടാവില്ല. ഈ വാക്കി ടോക്കി മാത്രമേ വർക്കാവൂ. ഒരുപക്ഷെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഈ വാക്കി ടോക്കി യൂസ് ചെയ്ത് എവിടെ നിന്നും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതെന്താ R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ? സിഗ്നൽ ഹൈവേയുടെ അടുത്തുനിന്നാ വരുന്നത്. ഉറപ്പായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ കിക്കോ, ഇതാ കേവ് മാപ്പിന്റെ മറ്റൊരു കോപ്പിയാണ്. ഇത് നിനക്ക് ഫോളോ ചെയ്താൽ ഒരു അല്പസമയം കഴിഞ്ഞ് നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്നെത്താം. താങ്ക് യു സാങ്കോ അങ്കിൾ. ഞാൻ ആ ബ്രിഡ്ജിന്റെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് വരാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, R7ന്റെ സിഗ്നൽ ദാ അവിടുന്നാണ് വരുന്നത്. വേഗം അങ്ങോട്ട് ചെല്ലേ. ഓക്കെ ബ്രോ, ലെറ്റ്സ് ഗോ. ഡേവിഡ്, ഇവിടുത്തെ ടൂറിസ്റ്റിനെ ഗൈഡ് ചെയ്യേണ്ടത് നിന്റെ ചുമതലയാണ്. ഇവരെ എല്ലാവരെയും വളരെ സൂക്ഷിച്ചു വേണം കൊണ്ടുപോവാൻ. ഡോണ്ട് വറി, നിങ്ങൾ എല്ലാവരെയും ഞാൻ നല്ലോണം നോക്കിക്കോളാം. ഇവരാരും എന്നെ ഒരിക്കലും മറക്കില്ല. വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. വരൂ, നമുക്ക് കേവിനകത്തേക്ക് പോകാം. സൂപ്പർ സ്പീഡോ, സിഗ്നൽ ബ്രിഡ്ജിന്റെ താഴേന്നാ വരുന്നത്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 35. കീക്കോ, ദേ അതുകൊണ്ട് ഒരു ബോംബ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 37. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 37.
ഫൈനലി നമ്മൾ എല്ലാവരും ഈ കേവിന്റെ എൻഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. മേയർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈഷ്, നമ്മൾ ആ സ്ഥലത്തെത്തി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ ഈ വാട്ടർഫോൾസിൽ ഇറങ്ങി കുളിച്ചേക്കാമെന്ന് കരുതി. നടന്ന് നടന്ന് ശരീരം മൊത്തം വീർത്തൊലിക്കുകയാണ്. മേയർ, നമ്മൾ ഇനിയും ആ സ്ഥലത്തെത്തിയിട്ടില്ല. നമ്മൾ ഈ പാറകൾ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. ആ സ്ഥലമാണ് കേവിന്റെ എൻഡ് പോയിന്റ്. പക്ഷേ ആ പാറകൾ കടന്നിട്ട് എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? മിണ്ടാതെ എന്റെ പുറകിൽ ഫോളോ ചെയ്തു വാ. വഴി ഞാൻ കാണിച്ചു തരാം. ഈഷ്, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ദാഹം തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? വെള്ളം വേണോ? ഒരു മിനിറ്റ്, ഞാൻ ചെന്നെടുത്തു കൊണ്ടുവരാം. ഡേവിഡ് അത്രയ്ക്ക് മോശമായ ആളൊന്നല്ല, നമ്മളാ തെറ്റിദ്ധരിച്ചത്. ഇപ്പോഴെത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളൂ. കുളിക്കണമെങ്കിലും കുളിച്ചോളൂ, അല്ലെങ്കിൽ അതിൽ മുങ്ങി മരിക്കേ. ഞാൻ പോകുന്നു. അയ്യോ, ആ ഡേവിഡ് ശരിക്കും നമ്മളെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു. ഡേവിഡ് മോശമായവനല്ല, അതിഭയങ്കര ഫ്രോഡാണ്. അതിപ്പോ മനസ്സിലായി. വശത്തുനിന്ന് വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. അല്പസമയത്തിൽ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫ്ലഡിങ്. അയ്യോ, എന്ന് വെച്ചാൽ അല്പസമയത്തിനുള്ളിൽ നമ്മളെല്ലാരും ഈ വെള്ളത്തിൽ മുങ്ങൂന്നാ തോന്നുന്നേ. വരൂ, നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഓടിപ്പോവാം. പക്ഷെ നമുക്ക് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റും? നമ്മൾ ഇതിനകത്ത് ശരിക്കും കുടുങ്ങി കിടക്കുകയാണ്. മമ്മി, നമ്മളെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മൾ വന്ന് രക്ഷിക്കാൻ പോകുന്നവരെ 4 വാക്കിൽ പറയണമെങ്കിൽ കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. താങ്ക് യു കിക്കോ, പിന്നെ സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ സിറ്റിയിലുള്ള ഒരുപാട് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് വീണ്ടും ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ കേവിന്റെ ഭാഗത്തുനിന്നാ വരുന്നത്. ഹലോ എഡ്വേർഡ്, ഞാനാണ് ഡേവിഡ്. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ ആരും ഷോക്ക് ആവരുത്. കേവിനകത്ത് വന്ന ടൂറിസ്റ്റ് ഒക്കെ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവരെ നിങ്ങൾക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കേവിന്റെ മെയിന്റനൻസിനായി ഗവൺമെന്റ് നിങ്ങൾക്ക് തന്ന കാശുണ്ടല്ലോ, അത് മുഴുവനായിട്ടും നീ എനിക്ക് തരണം. മനസ്സിലായോ? ഹലോ ഡേവിഡ്, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നീ ചെയ്യടോ. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ആ കാശ് എന്റെ കയ്യിലുണ്ടാവണം. ഒരു പക്ഷേ ആ കാശ് എന്റെ കയ്യിൽ എത്തിയില്ലെങ്കിൽ ഓർത്തോളൂ, ടൂറിസ്റ്റ് ഇപ്പോൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ ഞാൻ വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ്. 2 മണിക്കൂറിനകം അവിടെ മുഴുവൻ വെള്ളം കൊണ്ട് നിറയുന്നതാണ്. അവിടെയുള്ള എല്ലാവരും ജലസമാധിയാവും. ഇപ്പൊ നീ ആലോചിക്കേ, നിനക്ക് ആവശ്യം പണമാണോ അതോ ടൂറിസ്റ്റിന്റെ ജീവനാണോ എന്ന്? ഹലോ, ഡേവിഡ് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാശ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കേവിന്റെ മെയിന്റനൻസ് എങ്ങനെ ചെയ്യും? ഒരുപക്ഷെ കാശ് കൊടുത്തില്ലെങ്കിൽ ടൂറിസ്റ്റിന്റെ ജീവൻ അപകടത്തിലാകും. ഡോണ്ട് വറി എഡ്വേർഡ് അങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ ഇവിടെ ഒരു ജീവനും അപകടം ഉണ്ടാവില്ല. അവൻ പറയുന്ന 2 മണിക്കൂറിന് മുൻപ് ഞാൻ അവിടെയുള്ള എല്ലാവരും സേഫ് ആയിട്ട് പുറത്തു കൊണ്ടുവന്നേക്കാം. റൈറ്റ് സൂപ്പർ സ്പീഡോ? റൈറ്റ് ബ്രോ, ബിക്കോസ് വി ഫൈറ്റ് ഫോർ റൈറ്റ്. സാങ്കോ അങ്കിൾ എനിക്ക് കേവിന്റെ മാപ്പ് തന്നില്ലേ? അത് ഞാൻ സ്കാൻ ചെയ്ത് R7-ൽ ഇട്ടേക്കാം. പിന്നെ നമുക്ക് അത് ഫോളോ ചെയ്ത് കേവിനകത്തേക്ക് ചെല്ലാം. ഓക്കേ കിക്കോ, സ്കാൻ കംപ്ലീറ്റ്. മാപ്പ് കോപ്പി റെഡിയായി കഴിഞ്ഞു സൂപ്പർ സ്പീഡോ. ലെറ്റ്സ് ഗോ. ഹലോ ബോസ്, നിങ്ങൾ പറഞ്ഞതുപോലെ ടൂറിസ്റ്റിനെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കാശും ചോദിച്ചു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കീക്കോയും സൂപ്പർ സ്പീഡോയും ടൂറിസ്റ്റിനെ രക്ഷിക്കുവാൻ വേണ്ടി തീർച്ചയായും അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ചിലരോട് ഞാൻ അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ അവിടെയുള്ള ഗാർഡ്സിന്റെ കൂടെ തന്നെ നിൽക്കേ, എന്നിട്ട് വാച്ച് ചെയ്യൂ. അതിനുള്ളിൽ ഞാൻ അവരെ ഒരു വഴിയാക്കാം.
കീക്കോ, നോക്കിയിട്ട് കണ്ണെത്തും ദൂരത്ത് ആരെയും കാണുന്നില്ലല്ലോ. ആരെയും കാണുന്നില്ല. പക്ഷേ നീയൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക് സൂപ്പർ സ്പീഡോ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷടാ, സംസാരിച്ച് തീർന്നില്ല. അതിനു മുമ്പേ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. മാത്രമല്ല അറ്റാക്കും ചെയ്യാൻ തുടങ്ങി. വണ്ടി എടുക്കും സൂപ്പർ സ്പീഡോ. കീക്കോ പാർട്ട്ണർ, നമ്മൾ ശരിക്കും ഇതിനകത്ത് കുടുങ്ങിപ്പോയി. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പിറകിലേക്കും പോകാൻ പറ്റുന്നില്ല. വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യൂ കീക്കോ. ഗുഹയുടെ വ്യത്യാസമായ മാപ്പ് ഇവിടെ വരുന്നവരെല്ലാവരും ശരിക്കും ട്രാപ്പായി പോവും. സാങ്കോ അങ്കിൾ, നിങ്ങളോ? എന്നുവെച്ചാൽ ടൂറിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്യാൻ നിങ്ങളാണ് കാരണം അല്ലേ? അതെ, അത് ഞാൻ തന്നെയാണ്. പ്ലാൻ ചെയ്ത് അവരെല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ തന്നെയാടാ. സാങ്കോ, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. വേഗം എല്ലാ ടൂറിസ്റ്റിനെയും വിട്ടേച്ച് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്ക്. കിക്കോ, പണം ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിഭയങ്കരമായ റോങ് ചെയ്യാനും തയ്യാറാണ്. കേവിന്റെ വ്യത്യസ്തമായ മാപ്പ് അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും കംപ്ലീറ്റ്ലി ട്രാപ്പായി പോവും. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 53. ഓക്കെ ബഡി. വേഗം അവനെ പിടിക്ക. കീക്കോ, എന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഞാനിപ്പോൾ താഴെ ചെന്ന് വീണു കഴിഞ്ഞാൽ ചിന്നാഭിന്നമായി ചിതറിപ്പോകുമെന്നാണ് തോന്നുന്നത്. വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ, എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ശരി, ഓക്കെ. അവർ രണ്ടുപേരുടെ കഥയും അവസാനിച്ചു. ഇനി കേവ് മെയിൻ്റെനൻസിന് കൊടുത്ത കാശ് ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കും. ഹലോ ഡേവിഡ്, ഞാൻ കിക്കോയും സൂപ്പർ സ്പീഡോയുടെയും ചാപ്റ്റർ ഒരൊറ്റ അടിക്ക് ക്ലോസ് ചെയ്തു. ഇപ്പൊ ഞാൻ എന്റെ ഗോഡൌണിലേക്ക് പോവുകയാണ്. നീ എഡ്വേർഡിന് കോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കാശ് അയച്ചു തരാൻ പറ. വേഗം പറ. യെസ് ബോസ്, പറഞ്ഞതുപോലെ ചെയ്യാം. ഞാനിപ്പോ വേഗം ഈ മാപ്പ് ഫോളോ ചെയ്ത് എൻട്രൻസിലേക്ക് ചെന്നെത്തണം. ശരിയായ വഴിയിൽ വേണം ട്രാവൽ ചെയ്യാൻ. ടൂറിസ്റ്റ് എല്ലാവരും അങ്ങോട്ട് പോയി കാണും. ഞാനിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യാം. ഇവിടെ 2-3 വഴികളുണ്ട്. ഞാനിപ്പോ ഏത് വഴിക്കാണ് പോകേണ്ടത്? ഡേവിഡ് എവിടെയാണോ ടൂറിസ്റ്റിനെ എല്ലാം അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ഫ്ലഡിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ വെള്ളം ആ ഫ്ലഡിംഗിൽ നിന്ന് വന്നതാവും. പിടിക്കവനെ. ഹാൻഡ്സ് അപ്പ്.
ഡേവിഡ് വേഗം പറ, ടൂറിസ്റ്റ് എല്ലാം എവിടെയാ ഉള്ളത്? പ്ലീസ് കീക്കോ, ദയവ് ചെയ്ത് എന്നെ അടിക്കരുത്. ഞാനൊക്കെ പറയാം. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 27 അപ്ലൈ ചെയ്ത് ആ പാറ തകർക്ക്. ഓക്കെ കിക്കോ. ഇപ്പൊ പറ, ആ സാങ്കോ എവിടെയാ ഉള്ളത്? സൂപ്പർ സ്പീഡോ, നീ അകത്ത് ചെന്ന് അവരെ രക്ഷിക്ക്. അപ്പോഴേക്കും ഞാൻ സാങ്കോയെ തേടി കണ്ടെത്താം. അത് കളിക്കില്ലോ, സൂപ്പർ സ്പീഡ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അപകടം ഉണ്ടാവില്ല. Hello everyone, don't fear. When Kiko and Super Speedo on here. അയ്യോ, ഡയലോഗ് എല്ലാം പിന്നെ പറഞ്ഞാൽ മതി. ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കേ. Oh yes, ഞാൻ കീക്കയോടൊന്ന് ചോദിക്കട്ടെ. കീക്കോ, ഇവരെല്ലാവരും ഫ്ലഡിങ്ങിൽ കുടുങ്ങി കിടക്കുകയാണ്. വേഗം പറ, ഞാനിപ്പോൾ ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഇവരെ രക്ഷിക്കേണ്ടത്? സൂപ്പർ സ്പീഡോ, എല്ലാരെയും അവിടുന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരൊറ്റ ഫോർമുലയെ ബാക്കിയുള്ളൂ. ഫോർമുല നമ്പർ 211 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 211. വേഗം വരൂ, 1 by 1 ആയിട്ട് ഇതിൽ കയറിയിട്ട് കേവ് കടന്ന് പുറത്തേക്ക് ചെല്ല്. ഈ ഗുഹയുടെ വളരെ വ്യത്യസ്തമായ മാപ്പാണ്. ഇവിടെ ആര് വന്നാലും എല്ലാവരും ട്രാപ്പായി പോവും. ട്രാപ്പ്. ഇനി നിനക്ക് രക്ഷപ്പെട്ട ഓടാൻ പറ്റില്ല കിക്കോ. ഇതോടെ നിന്റെ കഥ അവസാനിക്കും, നോക്കിക്കോ. ഞാൻ ബോംബ് പൊട്ടിച്ച് നിന്റെ കഥ അവസാനിപ്പിക്കും, നോക്കിക്കോ. ഗുഹയുടെ മാപ്പ് വളരെ വ്യത്യസ്തമായതാണ്. ഇതിനകത്തേക്ക് വരുന്നവരെല്ലാവരും ട്രാപ്പായി പോവും. താങ്ക് യു സൂപ്പർ സ്പീഡോ. എനി ടൈം പാർട്ട്ണർ. ഈ സാങ്കോയെ വിട്ടുവെച്ചാൽ ഇവൻ ടോട്ടൽ ഗുഹയും നശിപ്പിക്കും.
ബോംബ് ഗൺ. നെല്ല് പോലുള്ള ക്രിമിനൽസ് എത്ര പ്ലാൻ ചെയ്താലും അവസാന നിമിഷത്തിൽ കുടുങ്ങിപ്പോകും. എന്ന് വെച്ചോ? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കേവിന് ഒരു ഡാമേജ് പോലും സംഭവിക്കാതെ രക്ഷിച്ചിരിക്കുകയാണ്. നീ എത്ര ദൂരം ഓടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി കിഡ്നാപ്പിംഗ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചങ്ങ് തെറിപ്പിക്കും. ആരാ ഇത് കുറെ നേരമായി ബെല്ലടിക്കുന്നത്? സാറേ, നിങ്ങളുടെ പാർസൽ സബ് കുച്ച് ഡെലിവറി ആപ്സിൽ നിങ്ങൾ ഹെൽമെറ്റ് ഓർഡർ ചെയ്തിരുന്നില്ലേ? കലക്കി. നിങ്ങൾ വളരെ സൂപ്പർ ആയിട്ട് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. എത്ര നല്ല നല്ല സാധനങ്ങളാണ്, അതും ഡിസ്കൗണ്ട് റേറ്റിലല്ലേ തന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ വിലക്കല്ലേ നിങ്ങൾ തരുന്നത്. നിങ്ങളുടെ ഈ ഡിസ്കൗണ്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങണമെന്നാണ്. പക്ഷെ ആ സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ലെന്നേ. എന്നാ ശരി, ഇത് വാങ്ങിച്ചോളൂ സാറേ. അതിരാവിലെ സമയത്ത് കീക്കോ എന്തായി ചെയ്യുന്ന? കീക്കോ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കില് സൂര്യ നമസ്കാരം. അരേ വാ, എങ്കിലേ ഞാൻ ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ. എന്റെ വയറിന് നമസ്കാരം പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നോക്കട്ടോടോ. നീ ഈ ബ്രെഡും ബട്ടറൊക്കെ എന്തിനാ കഴിക്കുന്നേ? ഇതാ കേക്ക്, ഇത് കഴിക്കേ. കേക്കോ ടെമ്പോണ്ണ പെട്ടെന്ന് ഇന്ന് എന്താ സ്പെഷ്യൽ? അയ്യോ കീക്കോ, ഇന്ന് സൺ സിറ്റിയില് ഒരു പുതിയ ഹോം ഡെലിവറി സർവീസ് ആരംഭിച്ചിരിക്കുക. അതിന്റെ പേര് സബ് കുച്ച് ഡെലിവറി ആപ്പ് എന്നാ. അപ്പൊ ഇനി ജനങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന കാര്യത്തില് അതൊരൊറ്റ വാക്കിൽ പറയണമെങ്കില് കൺവീനിയൻസ് എന്ന് വെച്ചാൽ ഇന്ന് സൺസിറ്റിയിലെ ആൾക്കാർ ഒരുപാട് ഷോപ്പിംഗ് ചെയ്തു കാണുമല്ലേ? അയ്യോ അതിപ്പോ പറയണോ? ഇന്ന് ഒരുപാട് പേര് ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മൊബൈല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി നിറച്ചു വെച്ചിരിക്കുക. പക്ഷെ ഒരു കാര്യം അറിയോ കേക്കോ, ഇന്ന് ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഇന്ന് തന്നെ സബ് കുച്ച് ഡെലിവറി ആപ്പ് ആളുകള് ഓരോരുത്തരെയും വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. എന്റെ ദൈവമേ, അപ്പൊ എത്ര പേര് ആ ആപ്പില് ഷോപ്പിംഗ് ചെയ്ത് കാണും. ശരി, ഇപ്പൊ ഏതായാലും ഞാനൊരു കേക്ക് കഴിക്കട്ടെ. അയ്യോ പിന്നെന്താ, എടുത്തോ, ഇന്ന് കഴിച്ചോ. അയ്യോ, ഇത് ചോക്ലേറ്റ് കേക്കാണോ അല്ല ബോംബ് കേക്കാണോ? അറിയാതെ ഇത് കഴിച്ചിരുന്നെങ്കിൽ എന്റെ വയറ് പൊട്ടി തെറിച്ചേനെ. അതോടെ എന്റെ കഥ കഴിഞ്ഞേനെ. ഈ കേക്കിനകത്ത് ബോംബ് എങ്ങനെയാ വന്നത്? എന്തോ പ്രശ്നമുണ്ട്. R7 ഡേഞ്ചർ ലൈറ്റും ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ മേയർ അങ്കിളിന്റെ വീടിനടുത്തുനിന്നാ വരുന്നത്.
ടെമ്പോണ്ണ മേരങ്കിളും ആ ആപ്പിലൂടെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിയോ? അയ്യോ, നമ്മുടെ വേറൊരു ഹെൽമെറ്റ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ്? പക്ഷെ മേരങ്ങളുടെ കയ്യില് ബൈക്കൊന്നും ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം എന്തിനാ ഹെൽമെറ്റ് വാങ്ങിച്ചത്? അയാള് വെറുതെ കള്ളക്കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആ സമയത്ത് അയാളെ തലയിലും എന്തെങ്കിലുമൊക്കെ വന്ന് വീഴാറുണ്ടല്ലോ. അതുകൊണ്ട് അയാളുടെ തല രക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതായിരിക്കും തോന്നുന്നേ. നമ്മൾ ഉടൻ തന്നെ മേരങ്കിളുടെ വീട്ടിലേക്ക് ചെല്ലണം. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിക്കാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം മേരങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. ഇതൊരു അടിപൊളി ഹെൽമെറ്റ് ആണല്ലോ. ഇതും മണിഞ്ഞ് വാക്കിംഗ് പോകുമ്പോൾ വളരെ ജോളിയായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. പിന്നെ കള്ളക്കഥ പറയുമ്പോൾ തലയിൽ ഓരോന്ന് വന്ന് വീഴുന്നുണ്ടല്ലോ. അതിൽ നിന്നും എനിക്ക് പ്രൊട്ടക്ഷനും കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആരെങ്കിലും കേട്ട് കാണുമോ? അയ്യോ, മേറ ഹെൽമെറ്റ് തലയിൽ അണിയാൻ പോകുന്നു. നോക്കിയേ. മേരങ്കിൾ നിൽക്കൂ. വേണ്ട മേരങ്കിൾ. അയ്യോ കേക്കോ, നോട്ട് ടു ഫിയർ വെൻ ടെമ്പോ അണ്ണൻ ഈസ് ഹിയർ. നൗ വെയിറ്റ് ആൻഡ് വാച്ച്. താനിതെന്താണോ ചെയ്തത്? എന്റെ പുത്തം പുതിയ ഹെൽമെറ്റ് താൻ ഇപ്പോൾ തട്ടി താഴെയിട്ടു അല്ലേ? അയ്യോ, ഞാനത് തട്ടി താഴെ ഇട്ടില്ലായിരുന്നെങ്കിലേ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ താഴെ വീടേനെ. ആ എന്റെ ദൈവമേ, ആ ഹെൽമെറ്റിന്റെ അകത്ത് ബോംബ് വെച്ചിരിക്കുക. ബോംബോ, മമ്മി രക്ഷിക്കണേ. ഇതിൽ ചില സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് വേഗം എങ്ങോട്ടെങ്കിലും വലിച്ചെറിയണം. പക്ഷേ കീക്കോ, എങ്ങോട്ടാണ് വലിച്ചെറിയേണ്ടത്? ഇവിടെ മുഴുവനും ജനങ്ങളാണ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 64. ഓക്കെ കീക്കോ, ഫോർമുല 64 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഹെൽമെറ്റിന് ഞാൻ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞേക്കാം. താങ്ക് യു കിക്കോ. ഇന്ന് നീ വീണ്ടും ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചിരിക്കുക. അയ്യോ, എന്റെ കേക്കിനകത്ത് ബോംബ്, വേറെ ഹെൽമെറ്റിനകത്ത് ബോംബ്. എന്ന് വെച്ചാ സൺ സിറ്റിയിൽ ആരൊക്കെ ആ സബ് കുച്ച് ആപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയോ, അപ്പൊ അതിലെല്ലാം ബോംബ് ഉണ്ടാവുന്ന തോന്നുന്നേ. നമ്മൾ ഉടൻ തന്നെ സബ് കുച്ച് ഡെലിവറി ആപ്പിലേക്ക് ചെന്ന് അതിന്റെ ഓണറെ കണ്ടേ പറ്റൂ. ഹലോ കിക്കു, ഞാനാണ് ജസ്റ്റിൻ, സബ് കുച്ച് ഡെലിവറി ആപ്പിന്റെ ഓണർ. ഇതെന്റെ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റാണ്. എന്റെ ആപ്പിൽ നിന്നും സാധനങ്ങൾ മേടിച്ചവരുടെ ലിസ്റ്റാണിത്. ജസ്റ്റിൻ അങ്കിൾ, ഇവർക്കെല്ലാവർക്കും ഡെലിവറി കൊടുത്തു കഴിഞ്ഞോ? ആ, ഡെലിവറി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്റെ എല്ലാ ഡെലിവറി ബോയ്സും കാണാതെ പോയിരിക്കുക. അവരാരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഇത്രയും പേരുടെ അഡ്രസ് തേടി കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും. അതിരിക്കട്ടെ, എന്താ കാര്യം കീക്കോ? ജസ്റ്റിൻ അങ്കിൾ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഡെലിവറി കൊടുത്ത എല്ലാ സാധനത്തിലും ബോംബുണ്ട്. ബോംബോ? അതിനൊന്നും ചാൻസ് ഇല്ല. എന്റെ വെയർഹൗസിൽ നിന്നും ഓരോ സാധനങ്ങളും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ്, സ്കാൻ ചെയ്തിട്ടാണ് ഡെലിവറിക്ക് കൊടുത്തയക്കുന്നത്.
കീക്കോ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിച്ചിരിക്കുമോ? ആ സാധനങ്ങൾ ഡെലിവറിക്ക് അയക്കുമ്പോൾ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഗുലുമാല ഒപ്പിച്ചാലോ? ഇതിനുള്ള ഉത്തരം ആ ഡെലിവറി ബോയ്സിന് മാത്രമേ പറയാൻ പറ്റൂ. കീക്കോ, എന്റെ ടോട്ടൽ ഡെലിവറി ബോയ്സ് മിസ്സിംഗ് ആണ്. പ്ലീസ് അവരെ തേടി കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കൂ കീക്കോ. അവരില്ലെങ്കിൽ എന്റെ ടോട്ടൽ ബിസിനസ്സും ആദ്യ ദിവസം തന്നെ പൂട്ടേണ്ടി വരും. എന്ത് പ്രശ്നമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും അത് ഞങ്ങൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നവരാണ്. സാറിപ്പോ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ജസ്റ്റിൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എല്ലാ ഡെലിവറി ബോയ്സും അവരെവിടേക്കാ പോയി എങ്ങോട്ടാ പോയി ഒരു ഇൻഫർമേഷനും ഇല്ല. പ്ലീസ് അവരെ തേടി കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കേ. ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ നിങ്ങൾ ഈ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടതേ ഇല്ല. യെസ്, ജനങ്ങൾ ഇങ്ങനെ കാണാതെ പോകുന്നത് റോങ് ആയ കാര്യമാണ്. ആൻഡ് വി ഫൈറ്റ് ഫോർ റൈറ്റ്. പക്ഷെ കീക്കോ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ടെമ്പോണയുടെ കേക്കിനകത്ത് ബോംബ് ഉണ്ടായിരുന്നു. അങ്കിൾ ഒരു കേക്കിന്റെ പീസ് എടുത്തതും അത് പൊട്ടിത്തെറിച്ചു. മേയറങ്കിളിന്റെ ഹെൽമെറ്റിനകത്ത് ടൈം ബോംബ് ഉണ്ടായിരുന്നു. ടൈം കഴിഞ്ഞപ്പോ അതും പൊട്ടിത്തെറിച്ചു. ഇതിനെന്താ കാരണം? എനിക്ക് തോന്നുന്നത് ആരാണോ ഇതിനു പിന്നിലുള്ളത് അവർ പല രീതിയിലുള്ള ബോംബുകൾ സാധനത്തിൽ വെച്ച് ഡെലിവറി കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ അവരെങ്ങനെ കണ്ടെത്തും? ഒരു വഴിയുണ്ട്. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഡെലിവറി ബോയുടെ വേഷമണിഞ്ഞ് ഡെലിവറി ചെയ്യാൻ ചെല്ലണം. ആരെങ്കിലും അവരെ കിഡ്നാപ്പ് ചെയ്യാൻ വരുമ്പോ നമുക്കവരെ ഈസി ആയിട്ട് പിടികൂടാം. ഇത് അപകടം പിടിച്ച കളിയാണല്ലോ. ഈ കാര്യത്തിന് ആരാണ് ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഇന്ന് മൺഡേ ആണ്. മൺഡേ ദിവസം ഞാൻ ഒരു റിസ്ക്കും എടുക്കാറില്ല. സ്പീഡായിട്ട് പണി ചെയ്താൽ അതിനെ ഫടാഫിറ്റ് എന്ന് പറയും. അപകടത്തിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നവരെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. കാലക്ക് സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. കൂൾ ചട്ട്പട്ട് അങ്കിൾ, നിങ്ങൾ സബ് കുച്ച് ഡെലിവറി ആപ്പിന്റെ ടീഷർട്ട് ധരിച്ച് അവരുടെ ബൈക്കിൽ തന്നെ പോയിക്കോ. ഞാനും സൂപ്പർ സ്പീഡോയും നിങ്ങളെ രഹസ്യമായി ഫോളോ ചെയ്തോളാം. ഓക്കെ? അവർ എത്ര വലിയ വില്ലനായാലും ഇന്ന് ശരിക്കും എന്റെ കയ്യിൽ കുടുങ്ങി പോകും, രക്ഷപ്പെടില്ല. സാറിപ്പോ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഡോൺ വറി കേക്കോ, നമ്മൾ ഇന്ന് അവനെ പിടിച്ചിരിക്കുമെന്നാ. ബന്ധു ദ്വാദാ, എന്റെ പ്ലാനിങ് അടിപൊളിയാ. പവർ ആണെങ്കിൽ സൂപ്പർ പവറാ. വീണ്ടും വീണ്ടും ഡെലിവറി ബോയ്സോ? ഞാൻ എല്ലാ ഡെലിവറി ബോയ്സിനെയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നെന്നാ വിചാരിച്ചിരുന്നത്. അത് കുഴപ്പമില്ല, മറ്റുള്ള ഡെലിവറി ബോയ്സിനെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത പോലെ ഇവരെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോരും ഇങ്ങോട്ട്. പക്ഷേ ഈ ജസ്റ്റിൻ സബ് കൊച്ചു ഡെലിവറി ആപ്പ് വെച്ച് എന്റെ ബിസിനസ് കൊളാക്കുമെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ഞാൻ അവന്റെ ബിസിനസ് ആദ്യത്തെ ദിവസം തന്നെ അടച്ചുപൂട്ടാൻ പോവുക. ഡെലിവറി ബോയ്സ് ആരും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ജസ്റ്റിൻ ഒറ്റയ്ക്ക് പോയി ഡെലിവറി കൊടുക്കോ? ബന്ധു ദാദാ, അതിഭയങ്കര പ്ലാനിംഗ് ആണ്. എന്റെ പവർ ആണെങ്കിൽ സൂപ്പർ പവറാ. നീ എത്ര ദൂരം ഓടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി കിഡ്നാപ്പിംഗ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചങ്ങ് തെറിപ്പിക്കും. ഈ കൊച്ചു ചെക്കൻ ആരാ? ബന്ധുദാതയുടെ ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണല്ലേ? ഈ ചെറുക്കനെയും ആ സ്പീഡ് കാറിനെയും ഒരു വഴിയാക്കാം ഇപ്പോ. സൂപ്പർ സ്പീഡോ, നീ ഉടനെ ഓട്ടോ റിപ്പയർ ചെയ്യ്. ഞാൻ ചെന്നാ ഡ്രൈവറെ പിടിക്കാം.
വാ സൂപ്പർ സ്പീഡോ, നമുക്ക് അവനെ ഫോളോ ചെയ്തു പോകാം. എനിക്ക് ഉറപ്പുണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവന്റെ ബോസിനെ കാണാൻ തന്റെ ഗോഡൌണിലേക്ക് തീർച്ചയായും ചെല്ലും. പക്ഷേ കീക്കോ, ഇത്രയും ട്രാഫിക്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ ഫോളോ ചെയ്യുക? അതിനുവേണ്ടി ഫോർമുല നമ്പർ 577 അപ്ലൈ ചെയ്യുക. ഓക്കെ ബ്രോ, ഇത്രയും നേരം നീ എന്റെ മേളിൽ സവാരി ചെയ്തു, ഇനി ഞാൻ നിന്റെ മേളിൽ സവാരി ചെയ്യാൻ പോവുകയാണ്. ബോസ്, ബോസ്, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നാണ്. ആ അതേതായാലും നന്നായി. നീ അവരോട് നമ്മുടെ ഈ അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ അല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല ബോസ്. നിന്റെ ഗോഡൌണിന്റെ അഡ്രസ് അവൻ എന്നോട് പറഞ്ഞില്ല. പക്ഷേ അവൻ തന്നെ ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ബന്ധു ദാദാ, ഭയങ്കര പ്ലാനിംഗ് ആണ്. എന്റെ പവർ സൂപ്പർ പവർ ആണ്. പക്ഷേ കീക്കോ, നീ അതിഭയങ്കര ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. നീ ഒരു തെറ്റ് ചെയ്തു പോയി. ഈ സ്ഥലത്തേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഏയ്, കീക്കോ, ഇങ്ങോട്ട് നോക്ക്. എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. സൺസിറ്റിയിലെ ഒരുപാട് ആൾക്കാര് സബ് കുച്ച് ഡെലിവറി ആപ്പിലൂടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. അതായത് TV, മൊബൈൽ, ഫ്രിഡ്ജ് എന്നിങ്ങനെ. ഞാൻ അതിനകത്തൊക്കെ ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്റെ ആളുകളെ വെച്ച് ഡെലിവറി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്താ ടോട്ടൽ സൺസിറ്റിയും ചിന്ന ഭിന്നമാകും. എന്താ മനസ്സിലായോ? ബ്ലാസ്റ്റ് ചെയ്തേക്കട്ടെ, വേഗം പറ. ദയവേത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അത് വളരെ റോങ് ആണ്. അതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാടാ. പക്ഷെ എന്ത് ചെയ്യാനാ? ചെറുപ്പം മുതൽ എനിക്ക് റോങ് ആയ കാര്യങ്ങൾ ചെയ്യാനാ ഇഷ്ടം. മനസ്സിലായോ? നിന്നെ പോലെ നല്ലവനൊന്നും അല്ല ഞാനൊരു ബാഡ് ബോയ് ആണ്. ഞാൻ ആളുകളെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്റ്റോഴ്സ് തട്ടിപ്പറിച്ച് എന്റെ പേരിലേക്ക് എഴുതി വാങ്ങി സൂപ്പറായി ബിസിനസ് തുടങ്ങാൻ ഇരിക്കുക. ആ സമയത്താണ് ജസ്റ്റിൻ ഒരു ഡെലിവറി ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്റെ ടോട്ടൽ ബിസിനസ് നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുക. പക്ഷേ ബാഗ്ദോ ദാദാ, സാധനങ്ങൾ എവിടുന്നാണ് വാങ്ങേണ്ടതെന്ന് അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല, അത് ഞാൻ തീരുമാനിക്കുമടാ ചെറുക്ക. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? പബ്ലിക് എല്ലാവരും എന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേണം സാധനങ്ങൾ വാങ്ങാൻ. എന്താ പറഞ്ഞത് മനസ്സിലായോ? അനങ്ങാതെ അവിടെ തന്നെ നിൽക്കടാ, അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്ത് ടോട്ടൽ സൺസിറ്റി നശിപ്പിക്കും ഞാൻ. എങ്കിൽ പിന്നെ അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 54. ഇപ്പൊ പറയേ ബാഗ്ദോ ദാദാ, ആ ഡെലിവറി ബോയ്സിനെ നീ എവിടെയാണ് അടച്ചു വെച്ചിരിക്കുന്നത്? ബന്ധു ദാദാ, നീ എന്റെ കയ്യിൽ നിന്ന് റിമോട്ട് തട്ടിപ്പറിച്ചു അല്ലേ? പക്ഷെ നിനക്ക് ഒരിക്കലും ആ ഡെലിവറി ബോയ്സിനെ കണ്ടെത്താനാവില്ല. എന്താ മനസ്സിലായോ? കാരണം ഞാൻ അവരെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവുക. ബന്ധു ദാദാ, ഭയങ്കര പ്ലാനിംഗ് ആണ്. പവറിന്റെ കാര്യത്തിൽ സൂപ്പർ പവർ ആണ്. ബാഗ്ദോ ദാദാ, ഒരു വലിയ ടാങ്കറിനകത്ത് ഡെലിവറി ബോയ്സിനെ പിടിച്ചു വെച്ച് എസ്കേപ്പ് ആയിരിക്കുക. വേഗം വാ സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടനെ അവരെ ഫോളോ ചെയ്യാം. വേഗം.
സൂപ്പർ സ്പീഡോ, ഞാൻ അവിടെ ചെന്ന് ആ ടാങ്കറിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാം. ഓക്കെ കീക്കോ, പക്ഷേ സൂക്ഷിക്കണം കേട്ടോ. ട്രക്ക് ഫുൾ സ്പീഡിൽ ഓടിക്ക്. ഞാൻ ചെന്നിട്ട് ആ ചെക്കനെ ഒരു വഴിക്കാക്കിട്ട് വന്നേക്കാം. ബന്ധു ദാദാ, അതിഭയങ്കര പ്ലാനിംഗ് ആണ്. പവറിന്റെ കാര്യത്തിൽ സൂപ്പർ പവർ. ബാഗ്ദോ ദാദാ, ഞാൻ നിന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ഉടനെ ഈ ടാങ്കർ നിർത്തിയേക്ക്. നീ ബന്ധുദാദനോട് ഏറ്റുമുട്ടിയിരിക്കുകയാണല്ലേ? നീ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? ഈ ട്രക്കിനകത്തുള്ള ഡെലിവറി ബോയ്സിനെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഞാൻ പറയുന്നത് കേൾക്ക്. വണ്ടി ഫുൾ സ്പീഡിൽ വിട്, എന്നിട്ട് നീ പുറത്തേക്ക് എടുത്ത് ചാട്. Oh no! Super Speedo! Formula number 49! ഈ ടാങ്കർ ഏത് സമയത്തും ആ ട്രെയിനിൽ ചെന്ന് ഇടിക്കുന്ന തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 78 അപ്ലൈ ചെയ്ത് ടാങ്കറിനെ നിർത്ത്. കീക്കോ, സിസ്റ്റം ഒരുപാട് ഡാമേജ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടാങ്കറിനെ നിർത്തണമെങ്കിൽ ഇതിനെ നമ്മൾ ഡ്രൈവിംഗ് യൂണിറ്റിൽ നിന്ന് വേർപെടുത്തണം. അതാണ് ഇതിനെ ഫുൾ പവറിൽ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ടാങ്കർ നിർത്താൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ ആ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 367. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡെലിവറി ലിസ്റ്റിലെ മാൻഷൻ സൺസിറ്റി ജനങ്ങളുടെ വീട്ടിലെ പാർസൽസ് എല്ലാം തിരിച്ചു വാങ്ങി ഉടൻ തന്നെ ഇങ്ങോട്ട് വന്നേക്ക്. അതിനുശേഷം ഞാനും സൂപ്പർ സ്പീഡോയും അതിനുള്ളിലെ ബോംബുകളെല്ലാം ഡിഫ്യൂസ് ചെയ്തേക്കാം. അല്ല, നിങ്ങൾ ഇവനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ഇത് സാധാരണ പ്രശ്നമല്ല, അതിഭയങ്കരമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവനെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് ജയിലിൽ കൊണ്ട് ഇടാൻ പോവുകയാണ്. എന്നുവെച്ചാ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ബന്ധുദാദയെ ഞങ്ങള് അവരെ അയക്കേണ്ട സ്ഥലത്തേക്ക് കൊറിയർ അയക്കാൻ പോവുക, അതായത് ജയിലിലേക്ക്.